ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കല്യാണത്തിന് ശേഷം ഞാനും വൈഫുമായിട്ടല്ല, ഞാനും ചെറുക്കനും കൂടെ ഒന്ന് കറങ്ങാൻ പോവുകയാണ്. അവിടെ വീട്ടിലേക്ക് കട്ടറുമ്പെന്നൊക്കെ പറയുന്നത് കേട്ടോ അവരെ. അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ പോണ സ്ഥലം മണ്ടക്കാടാണ്. അപ്പോൾ പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ കാണാം. ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമ്മൾ പോകുന്നത് മണ്ടക്കാടേക്ക് തന്നെയാണ്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഇത് ഷൂട്ട് ചെയ്ത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇടണോ വേണ്ടതെന്ന് ഞാൻ കുറേ ചിന്തിച്ചു. അതിനുശേഷമാണ് ഈ വീഡിയോ ഇടുന്നത്. നമ്മൾ ആനപ്പാറ നെട്ട വഴിയാണ് മണ്ടക്കാടേക്ക് പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് കുരിശുമല. ഇപ്പോൾ കുരിശുമല സീസണാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ബഹളങ്ങളും ഒക്കെ ഉണ്ട്. ദുഃഖവെള്ളിയുടെ ഒരുക്കങ്ങളും ഒക്കെ കാണാൻ പറ്റും നമുക്ക് ഈ പോകുന്ന വഴിയിൽ. അങ്ങനെ പോകുന്ന വഴിക്ക് നെട്ടയിലെത്തിയപ്പോൾ ചെറിയൊരു പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മളടുത്ത് ക്യാമറയെ കണ്ടപ്പോഴത്തേക്ക് ചെറിയ രീതിക്കൊക്കെ റൈസായി. പക്ഷേ ഞാനല്ല ക്യാമറ പിടിച്ചിരുന്നത്, സിബിളിയനാണ് പിടിച്ചിരുന്നത്. അങ്ങനെ നെട്ടയിലെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മളിത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ 1 മണിക്കൂറിന് ശേഷം കളിയലും തൃപ്പരപ്പും ഒക്കെ കടന്ന് കുലശേഖരം ജംഗ്ഷനിലെത്തും. അവിടെ നിന്ന് ചെറിയൊരു കാപ്പിയൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഇടവഴി എടുത്താണ് നമ്മൾ പോകുന്നത്. ഈ കുലശേഖരം ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ഞായറാഴ്ച ദിവസമാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസം സ്കൂളില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇവിടുത്തെ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ട് നമ്മളിവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി ചെറിയ രീതിക്ക് ഒരു കാപ്പിയൊടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പിലോട്ട് പോയി ചെറിയൊരു വഴിയിലേക്ക് തിരിഞ്ഞു. ആ വഴിയാണ് നമ്മൾ പോകുന്നത്. ഈ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത്. ചെറിയൊരു ദൂരം കൂടിയ വഴിയാണ്, പക്ഷേ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. മഴ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടിലനായിട്ടുള്ള വ്യൂസ് ഇവിടുന്ന് കിട്ടും. അതുപോലെ തന്നെ കൃഷി സമയത്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇതൊരു വളഞ്ഞ വഴിയാണ്, പക്ഷേ നമ്മൾ ഒരുപാട് മുമ്പിലെത്തും. നമുക്ക് കുളച്ചിലേക്ക് പോകുന്നതിന് ഏകദേശം ഒരു 15 കിലോമീറ്റർ മുമ്പിൽ നമ്മൾ എത്തും. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വന്നിട്ടാണ് നമ്മൾ കുളച്ചിൽ റോഡ് കയറി മണ്ടക്കാടേക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് കൂടുതലും 2 വശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് നെൽപ്പാടങ്ങളും മലനിരകളും പലതരം കൃഷിയും തെങ്ങും തോപ്പും ഒക്കെയാണ്. നാളികേരത്തിൻ്റെ നാടെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന നമ്മുടെ സ്വന്തം കേരളത്തേക്കാൾ കൂടുതൽ നാളികേരം തമിഴ്നാടാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലാണ് തെങ്ങും തോപ്പുകൾ കാണാൻ സാധിക്കുന്നത്. ദൂരെ കാണുന്ന മലനിരകളെ നോക്കി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്ക് ആ മലയിലേക്കാണോ പോകുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ആ മലനിരകളുടെ സൈഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അടിപൊളിയായിട്ടുള്ള റോഡാണ്. അതുപോലെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലുണ്ട്. അതുപോലെ തന്നെ കാണാൻ അടിപൊളി കാഴ്ചകളുമുണ്ട്. അപ്പോൾ ഈ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ മണ്ടക്കാടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ മെയിൻ റോഡ് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പിലോട്ട് ചെന്ന് ലെഫ്റ്റ് തിരിഞ്ഞ്, അതായത് ഈ കാണുന്ന ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ കുളച്ചിൽ റോഡിലേക്ക് കയറി നേരെ ഒരു 5 കിലോമീറ്റർ പോകുമ്പോഴാണ് മണ്ടക്കാട്. അങ്ങനെ മണ്ടക്കാട് ക്ഷേത്രത്തിൻ്റെ ആർച്ചുകളൊക്കെ കണ്ടു തുടങ്ങി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കൂടുതലും മലയാളികളാണ് ഇവിടേക്ക് വരുന്നത്. ഇരുമുടിക്കെട്ടുമായിട്ട് സ്ത്രീകൾ, അതായത് സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മണ്ടക്കാട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളാണ് ഇവിടെ കൂടുതലും വരുന്നത്. 24 മണിക്കൂറും നിങ്ങൾക്ക് ഇവിടെ പൊങ്കാല ഇടാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ അമ്പലത്തിലേക്ക് നടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് വന്നിരുന്നത്. പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കടകളുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിക്ക് തിരക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളികളാണ് കൂടുതലും. ഇനി കുറച്ച് ഐതിഹ്യമാവാം. കന്യാകുമാരിയിലെ പടിഞ്ഞാറൻ തീരത്ത് കുളച്ചിലിന് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് മണ്ടക്കാട് ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്രം. വൈകുണ്ഠസ്വാമികൾ രചിച്ച അഖിലരത്തട്ട് എന്ന ഗ്രന്ഥത്തിൽ ഈ ക്ഷേത്രത്തെപ്പറ്റി പറയുന്നുണ്ട്. സ്ത്രീകളുടെ ശബരിമല എന്ന വിശേഷണമുള്ള ക്ഷേത്രമാണിത്. കുരുമുളകും തേങ്ങയുമാണ് ഇരുമുടിയിൽ നിറയ്ക്കുന്നത്. മാർച്ച് മാസത്തിലെ കൊടമഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. മത്സ്യമാംസാദികൾ പാകം ചെയ്യുന്നതിനോ കഴിക്കുന്നതിനോ ഇവിടെ വിലക്കുകളില്ല. 10 ദിവസമാണ് ഉത്സവം. ആ 10 ദിവസവും 24 മണിക്കൂറും ക്ഷേത്രം തുറന്നിരിക്കും. ഭക്തർക്ക് എപ്പോൾ വേണമെങ്കിലും പൊങ്കാലയിടാം എന്നതും പ്രത്യേകതയാണ്. പറഞ്ഞാൽ തീരാത്തത്ര പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ഈ ഒരു മണ്ടക്കാട് ക്ഷേത്രം. നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് ഇവിടുത്തെ കടലിലേക്കാണ്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുന്നതിനും പോകുന്നതിനായിട്ട് 2 വഴികൾ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കടലിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പള്ളി നമുക്ക് കാണാം. നല്ല തിരക്കാണ്. അതുപോലെ തന്നെ കടലിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും.
അപ്പോൾ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയാണ് ഇവർ നിൽക്കുന്നത്. കടലിലേക്ക് ഇറങ്ങി പോകുന്ന ഭാഗത്ത് കയറ് കെട്ടിയിട്ടുണ്ട്. അതുപോലെ അങ്ങ് ദൂരത്തായിട്ട് നമുക്കൊരു പള്ളി കാണാം. നമുക്ക് അവിടേക്ക് പോകണം എന്ന് ഒരു ആഗ്രഹമുണ്ട്. അങ്ങോട്ട് പോവാം. അങ്ങ് അകലെയായിട്ട് നമുക്ക് ബോട്ടുകൾ പോകുന്നതും കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല തിരക്കും മറ്റുമൊക്കെ കാണാം. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ വണ്ടി ഇരിക്കുന്നിടത്തേക്കാണ് പോകുന്നത്. വണ്ടി എടുക്കാനായി പോകുന്ന വഴിക്ക് ഇരുമുടിക്കെട്ടുകളുമായിട്ട് വരുന്ന സ്ത്രീകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ വന്ന് വണ്ടി എടുക്കുകയാണ് ഗൈസ്. വണ്ടി എടുത്ത് നമ്മൾ അടുത്ത് പോയത് മറ്റൊരു ബീച്ചിലേക്കാണ്. നമ്മൾ നേരത്തെ കണ്ട പള്ളിയുടെ സൈഡിലുള്ള ബീച്ച്. ഞങ്ങളങ്ങനെ ഒരു ബീച്ച് കണ്ടെത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട പള്ളിയുടെ സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അത് കടൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ കടലിൻ്റെ സൈഡിലൂടെ നടന്ന് ഇനി ഈ പാറക്കെട്ടുകളൊക്കെ കയറി ഒന്ന് മേളിൽ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കാം. അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ടായിട്ട് തോന്നി. അതുപോലെ തന്നെ CB ഷർട്ടൊക്കെ ഊരിയിട്ട് ചെന്ന് 2 ഫോട്ടോ എടുക്കാനെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അതുപോലെ അപ്പുറം സൈഡിലായിട്ട് കുറച്ച് പേര് അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. നമ്മളൊരു സൈഡിലായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി കിടുക്കാച്ചി വീഡിയോകൾ പുറകെ വരണുണ്ട്. അതുകൊണ്ട് ബെല്ലൈക്കൻ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ബൈ.